സിനിമ ഫസ്റ്റ് മൂവി തന്നെയല്ലേ? ഫസ്റ്റ് മൂവി തന്നെ. അപ്പൊ ഇതിൽ ഞാൻ പറഞ്ഞ ഫസ്റ്റ് മൂവി എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഒരു പ്രഷർ ഉണ്ടായിരുന്നു അതിന്റെ ഒരു ഭാഗത്ത്? നോർമൽ നമ്മൾ മറ്റേതൊക്കെ നമ്മുടെ ഒരു ഫ്രീ ടൈമിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്പേസിൽ ഇരുന്ന് ചെയ്യുന്നതാണ്. അപ്പൊ സിനിമ എന്ന് പറയുമ്പോൾ നമ്മളൊരു കുറെ ഘടകങ്ങൾ വരും, നമ്മളതിൽ കുറെ പാരാമീറ്റേഴ്സ് ഉണ്ട് അതിൽ. അപ്പൊ അതെങ്ങനെയായിരുന്നു ഒരു ഫസ്റ്റ് മൂവി എന്ന രീതിയിൽ? ഫസ്റ്റ് മൂവി എന്ന രീതിക്ക് എനിക്കിത് ആക്ച്വലി ഭയങ്കര വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അത് വർഗീസായിട്ട് വിളിച്ചപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര സപ്പോർട്ടീവാണ് പുള്ളി. ആദ്യം തന്നെ രമേഷ്ണ ലൈക്ക് എങ്ങനെയാണ് അടി കപ്പിയാൽ കഴിഞ്ഞിട്ട് അതേപോലത്തെ ഒരു മൂഡിൽ വരുന്ന ഒരു സിനിമ. അതൊരു ഭയങ്കര ഹിറ്റായിരുന്നു, ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പൊ എന്തായാലും അതിന്റെ ഒരു പ്രഷർ ഉണ്ടാവില്ല. അപ്പോൾ അത് അതേ പറഞ്ഞു പുള്ളി. ഇത് നമുക്ക് ആക്ച്വലി ഞാൻ സോങ് ആദ്യം ചെയ്തൊരു പ്രൊമോഷൻ സോങ് പോലെയാണ്. പിന്നെ ഇത് ആക്ച്വലി പുള്ളിക്ക് ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് മൂവിയിൽ യൂസ് ചെയ്യാം എന്നുള്ളൊരു കൺക്ലൂഷനിലാണ് എത്തിയത്. സോ അത് ആദ്യമേ ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഒരു പുള്ളി എല്ലാം അടിപൊളിയായിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു എങ്ങനെയാണ് ഇത് മൂഡ് വേണ്ടത് എന്തൊക്കെയാണ്. അപ്പോൾ ഞാനായിട്ട് എൻ്റെ സൈഡിൽ നിന്ന് ഒരു 3 വേർഷൻസ് അയച്ചു കൊടുത്തു. പുള്ളി അതിൽ ഇഷ്ടപ്പെട്ട ഒന്നാണ് എടുത്തത്. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് മൂവി നമ്മുടെ ബെസ്റ്റ് കൊടുക്കണം എന്ന് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അതെനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് സാധിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്കത് കേൾക്കുമ്പോൾ എന്ന് തോന്നുന്നു, നിങ്ങൾക്ക് ഓഡിയൻസ് ബാക്കി പറയും. ഏത് ടൈപ്പ് ഓഫ് ജോണേഴ്സ് ആണ് കൂടുതൽ ചെയ്യാൻ ഇഷ്ടം? എനിക്ക് ആക്ച്വലി ഫേവറേറ്റ് ഒരു മ്യൂസിക് ആണ്. അനിരുദ്ധിന്റെ ഒരു പാറ്റേൺ ഉണ്ട് നമുക്കറിയാം. കൂടുതൽ കുറച്ചൊരു കൂലി ആയാലും ലോകേഷ് മൂവീസ് ഒക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അതാണോ ഞാൻ പറഞ്ഞത്, അതോ ഈ ഒരു റൊമാൻറ്റിക് ഇതാണോ, എങ്ങനെയാണ് ഏത് ജോണറാണ് കൂടുതൽ ഇൻട്രസ്റ്റഡ്? എനിക്ക് ആക്ച്വലി പേഴ്സണലി ഇൻട്രസ്റ്റ് പറയുകയാണെങ്കിൽ എനിക്കൊരു റൊമാൻറ്റിക് ജോണർ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ മൂവി കമ്പോസർ എന്ന് എയിം ചെയ്യുമ്പോൾ നമ്മളൊരു ജോണർ ബേസ്ഡ് അല്ലാണ്ട് എല്ലാം ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതാണ് ഒരു കമ്പോസറിന് വേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അപ്പോൾ നമുക്ക് ഏത് സീനാണെങ്കിലും അപ്പോൾ നല്ല ബെറ്ററായിട്ട് നമുക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാലൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഇത് നമ്മൾ കൊണ്ടുവരണമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണോ അതോ സോങ്സ് ആണോ കൂടുതൽ ഇപ്പോഴത്തെ ഒരു രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏതാണ്? എനിക്ക് പേഴ്സണലി സോങ്സ് ചെയ്യാനാണ് താല്പര്യം. ബട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൂടെ ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് ഇപ്പോൾ എല്ലാവരും ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ ഡ്യൂഡ് എടുക്കുവാണെങ്കിൽ ഒരു 5 to 6 songs ഇഫ് ഐ എം നോട്ട് റോങ്. അപ്പോൾ നമുക്ക് ആ ഒരു 6 songs വെച്ച് തന്നെ കുറേ ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് പുള്ളി ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് വെരി ഗുഡ്. അപ്പോൾ ആ ഒരു അപ്രോച്ച് ഞാൻ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ വർക്ക് ചെയ്ത പടമല്ലേ, അപ്പോൾ അതും കൂടി വേറൊരു ടൈപ്പ് എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പോൾ സ്ക്രീനിൽ ഇത്രയും വലിയ സ്ക്രീനിൽ നമ്മളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഇല്ല, ഫുൾ മൂവി ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അതെ ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടില്ലായിരുന്നു. നമ്മൾ ഷൂട്ടിംഗ് വെച്ച് കണ്ടിട്ടുള്ള കുറച്ച് പരിപാടി അല്ലാണ്ട് വേറൊന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. ഞാൻ ജിംഖാന ചെയ്തായിരുന്നു. അപ്പോൾ ജിംഖാനയിൽ നിന്നാണ് എന്നെ വിളിക്കുന്നത് ഈ മൂവിയിലേക്ക്. അപ്പോൾ ഓഡീഷനൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ഒരു റോള് കിട്ടിയത്. അത് ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് അല്ലേ. അപ്പോൾ ലൈക്ക് അവർ അടിപൊളി ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ നമ്മൾ അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴേക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് പഠിച്ചു. പിന്നെ അവർ ഭയങ്കര ജോയ് ആയിരുന്നു, ഭയങ്കര രസമായിരുന്നു. അവരോട് അഭിനയിക്കാനാണെങ്കിലും ലൈക്ക് സെറ്റിലിരിക്കാനാണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു. അത് മാത്രമല്ല പുള്ളി ഭയങ്കര ഓണാണ്, പുള്ളി ഭയങ്കര ജോയ്ഫുൾ ആണ്. അതുകൊണ്ട് നമുക്ക് ആ ഒരു എനർജി കിട്ടുന്നുണ്ടായിരുന്നു മൊത്തത്തിൽ. താങ്ക് യു സോ മച്ച്. അപ്പോൾ പടം കാണുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, വേറെ ഇപ്പോൾ 2 എണ്ണം ചെയ്യുന്നുണ്ട്. അപ്പോൾ വരുമ്പോൾ പറയാറായിട്ടില്ല. പടം എങ്ങനെയുണ്ട്? അടിപൊളി, നല്ല സിനിമ. ഷൈൻചേട്ടനൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചോണ്ട് അങ്ങനെ പറഞ്ഞു. ഷൈൻചേട്ടനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ബാക്കിയുള്ള കാസ്റ്റ് നല്ലായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ബാക്കി കാസ്റ്റ് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ മ്യൂസിക് രസമുണ്ടായിരുന്നു. പിന്നെ ഡയറക്ടേഴ്സ് ആയിട്ട് ഇവിടെ ഉണ്ട്. തന്നെയാണ് നിങ്ങൾ ഫാമിലിയായിട്ട് വന്ന് കാണാൻ ഇഷ്ടം. എനിക്ക് ആക്ച്വലി ഞാൻ ഡയറക്ടർ വർഗീസായിട്ട് മുമ്പ് കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ റാൻഡമായിട്ട് പുള്ളി ഒരു ദിവസം വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെ പണം ചെയ്യുന്നുണ്ട് രാമകൃഷ്ണൻ, അതിൽ നമുക്കൊരു മ്യൂസിക് ചെയ്യണം. എങ്ങനെയാണ് ഞാനത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഒന്നും പറഞ്ഞില്ല. ബിക്കോസ് ഇത്ര അടികപ്പേരെ ചെയ്തൊരു ടീമിൻ്റെ കൂടെ നമുക്ക് പിന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ഭയങ്കര ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി എനിക്ക് വന്നത്. ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്.